മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സവാളയൊക്കെ വഴറ്റാതെ തയ്യാറാക്കുന്നതാണ്. ഞാൻ ഇതിനു വേണ്ടിയിട്ട് 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മൾ സവാളയൊക്കെ വഴറ്റാതെ എടുക്കുന്നത് കൊണ്ട് പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചൂടാക്കുന്നത്. പൊടികൾ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ളത് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടിയാണ്. മുളക് പൊടി എടുക്കുന്നത് നമ്മളുടെ എരിവിന്റെ അനുസരിച്ച് എടുത്താൽ മതി. ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. ഇപ്പൊ ഈ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ ഈ കറി കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം പട്ടയും 3 ഏലക്കയും 4 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി എടുത്ത മസാല പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കുക്കർ അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും കൂടി വരുന്നത് വരെയാണ് ഞാനിത് വെക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കറി വളരെ എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് പാലെടുത്ത് സമയം കളയണ്ട. കോക്കനട്ട് മിൽക്ക് പൗഡർ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. നമുക്ക് ആവശ്യമുള്ളത് 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്ത് അതിലേക്ക് അല്പം ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ചേർത്താൽ മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ തേങ്ങാപ്പാല് തയ്യാറാക്കി ഇവിടെ ചേർത്തിട്ടുള്ളത്. നമുക്ക് ഈ കുക്കർ വെറുതെ ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. ഈ തടുക്കയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 4-5 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും 2 വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിത് തയ്യാറാക്കിയിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പെട്ടെന്ന് സമയമില്ലാത്തപ്പോൾ പെട്ടെന്നൊരു ചിക്കൻ കറി വെക്കണമെങ്കിലും എളുപ്പത്തിൽ ഇങ്ങനെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇതിന്റെ മുകളിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.